സഭകളെ കുറിച്ച് എവിടെയും കുറിച്ച് എല്ലായിടത്തും പ്രശ്നം വല്ലാതെ ഭൂമി വഷളാകുമ്പോ ദൈവമക്കളെ നമുക്ക് കരുണ്യമായിട്ടൊന്നു മാത്രമേ ഉള്ളൂ. യേശു വരാറായി. സന്തോഷത്തിൽ സ്തുതിച്ചാണ്ട് ആമേൻ കർത്താവേ വരണമേ. ഈ പുസ്തകം അങ്ങനെ എഴുതി നിൽക്കുന്നു. അത് തന്നെ അവസാനം കൊണ്ട് അങ്ങനെ എഴുതിയെന്ന് ചോദിച്ചാൽ ഒറ്റ മറുപടി എനിക്കുള്ളൂ, അത് മാത്രമേ അവസാനം പറയാനൊക്കൂ. എന്നെ സഹായിക്കണമേ, ഓഫീസറെ എന്നെ സഹായിക്കണമേ, നേതാക്കന്മാരെ എന്നെ സഹായിക്കണമേ, കൂടപ്പുറപ്പുകളെ എന്നെ സഹായിക്കണമേ എന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ ഒറ്റ വാക്കിൽ പറയാൻ കഴിയും. ദൈവമേ നീ വന്നാ മതി. മനുഷ്യന്റെ സഹായം വ്യർത്ഥമാണെന്ന് ഏറ്റു പറയുന്ന കാലത്തിലേക്ക് നാം എത്തിക്കഴിഞ്ഞു. സാക്ഷി കൊടുക്കുന്ന ആവശ്യമായ പഠനത്തോളം അനുഗ്രഹമാണ് വിജയത്തിൽ നൽകട്ടെ. പൂർത്തീകരിപ്പാൻ നല്ല ഏറിയുവാൻ നല്ല ഭാവിയുള്ളവാനും സഹായിക്കട്ടെ. സഹോദരനെ അനുഗ്രഹിക്കട്ടെ. എല്ലാവരും നിർമ്മാനിക്കപ്പെടുവാനായി കർത്താവ് സഹായിക്കാനായി നമ്മുടെ കുടുംബത്തെ വായിച്ച ദൈവത്തോട് പ്രാർത്ഥിക്കും. കിണത്തോടും കൂടി അവനെ കീർത്തനം ചെയ്യട്ടെ. യഹോവ തന്റെ ജനത്തിൽ പ്രസാദിക്കുന്നു, താഴ്ന്നുള്ളവരെ അവൻ രക്ഷ കൊണ്ട് അലങ്കരിക്കും. ഭക്തന്മാർ മഹത്വത്തിൽ ആനന്ദിക്കട്ടെ. അവർ തങ്ങളുടെ ശയങ്ങളിൽ ഘോഷിച്ചുല്ലസിക്കട്ടെ. അവരുടെ വായിൽ ദൈവത്തിന്റെ പുകഴ്ചകളും അവരുടെ കയ്യിൽ ഇരുവായ്ത്തരയുള്ള വാളും ഉണ്ടായിരിക്കട്ടെ. ജാതികൾക്ക് പ്രതികാരം, വംശങ്ങൾക്ക് ശിക്ഷയും നടത്തേണ്ടതിനും അവരുടെ രാജാക്കന്മാർക്ക് ചങ്ങലകളാലും അവരുടെ പ്രഭുക്കന്മാർക്ക് ഇരുമ്പ് വിലങ്ങളാലും ബന്ധിക്കേണ്ടതിനും എഴുതിയിരിക്കുന്ന വിധി അവരുടെ മേൽ നടത്തേണ്ടതിനും തന്നെ. അത് അവരുടെ സർവഭക്തന്മാർക്കും ബഹുമാനമാകും. യഹോവയെ സ്തുതിപ്പിൻ. ഞാൻ ഷാനി രഘുവംശം നിങ്ങളെ ഏവരെയും തട്ടിക്കൂട്ട് ന്യൂസ് അവറിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കോവിഡ്-19 എന്ന മഹാമാരി ലോകത്തെ മുഴുവൻ പിടിച്ചുകൊള്ളിക്കൊണ്ടിരിക്കുകയാണ്. നാം എല്ലാവരും ഒരു അതിജീവനത്തിന്റെ പോരാട്ടത്തിലാണ്. ഈ ഒരു അവസരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു അതിപ്രസക്തമായ വിഷയവുമായാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. കൊറോണയും കുഴപ്പങ്ങളും. ഈ വിഷയത്തെ പറ്റി ചർച്ച ചെയ്യുവാനായിട്ട് സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്ന് 4 പ്രസക്തരാണ് നമ്മോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യമായി തന്നെ സൺഡേ സ്കൂളിനെ പ്രതിനിധീകരിച്ച് ശ്രീ റൈഡർ കുഞ്ചൻ. സ്വാഗതം ശ്രീ റൈഡർ കുഞ്ചൻ. ചർച്ചയിലേക്ക് കടക്കും മുമ്പ് നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പേര് ഒരു അപൂർവമായ പേരാണല്ലോ. എന്താണ് താങ്കൾക്ക് ഇങ്ങനെ ഒരു പേര്? റൈഡർ കുഞ്ചൻ എന്ന് പറയുന്നത് എന്റെ ഇൻസ്റ്റാഗ്രാമിലെ പേരാണ്. അങ്ങനെയാണ് എന്നെ എല്ലാവരും റൈഡർ കുഞ്ചൻ എന്ന് വിളിക്കുന്നത്. ശരിക്കും
എന്റെ പേര് നടന്നത് കുഞ്ഞുമോൻ കളിപ്പൻകാട്ടിൽ എന്നാണ്. ശരി, നന്ദി ശ്രീ കുഞ്ഞുമോൻ കളിപ്പൻകാട്ടിൽ. അടുത്തതായി യുവജനങ്ങളുടെ സ്വന്തം മുത്ത് വിദ്യാർത്ഥികളുടെ പ്രതിനിധിയായ ശ്രീമതി സൂസ് മാറ്റ്സിനെയാണ് ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ശ്രീമതി സൂസ് മാറ്റ്, സ്വാഗതം. ശ്രീമതി സൂസ് മാറ്റ്, എന്താണ് താങ്കളുടെ പേരിന്റെ അർത്ഥം? സത്യത്തിൽ എൻ്റെ അമ്മച്ചി എനിക്കൊരു പഴഞ്ചൻ പേരാണ് തന്നത്. ഈ പേരും വെച്ചുകൊണ്ട് എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എനിക്ക് തന്നെ ഒരു പേരിട്ടു. അതാണ് സൂസ് മാറ്റ്. പിന്നെ സൂസൻ എന്ന് വിളിച്ചാലും കുഴപ്പമില്ല. ശരി, നന്ദി ശ്രീമതി സൂസൻ. അടുത്തതായി സാമൂഹിക രംഗത്ത് വളരെ അധികം സംഭാവനകൾ ചെയ്ത ഒരു വളരെ പ്രസക്തമായ ഒരു വ്യക്തിയാണ് ചർച്ചയിലേക്ക് ഇന്ന് നമ്മോടൊപ്പം പങ്കെടുക്കുന്നത്. ശ്രീ ത്രേസ്യമ്മ കുട്ടപ്പായി അന്വേഷണമാലയം, സ്വാഗതം. അവസാനമായി സ്ത്രീ ശബ്ദമായി നിന്ന് അഖില കേരള സ്ത്രീ അസോസിയേഷന്റെ പ്രസിഡന്റായ ശ്രീമതി സിസ്ലി കണ്ടത്തിലോടെയാണ് നമ്മോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. നിങ്ങൾക്ക് അറിയുന്ന വ്യക്തിയാണോ? ഓക്കെ, ശരി, നന്ദി. ഇനി നമുക്ക് ചർച്ചയ്ക്ക് മുൻപോട്ട് കിടക്കാം. ആദ്യമായി തന്നെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം കൊറോണയും കുറെ കുഴപ്പങ്ങളും എന്നാണ്. ആദ്യമായി നമുക്ക് ശ്രീ കുഞ്ഞുമോന്റെ പ്രതികരണത്തിലേക്ക് പോകാം. എന്താണ് താങ്കളുടെ പെർസ്പെക്ടീവില് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം? സൺഡേ സ്കൂൾ സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഈ കൊറോണ കാലത്തെ പ്രശ്നം എന്താണ്? എന്താണ് കുഴപ്പം? എവിടെയാണ് കുഴപ്പം? കൊറോണ വന്നതുകൊണ്ട് ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. എനിക്ക് ഗുണം ഉണ്ടായിട്ടില്ല. ശരി, അപ്പൊ താങ്കൾ എന്താണ് വ്യക്തമാക്കി? എനിക്ക് ഈ കൊറോണ വന്നതുകൊണ്ട് ഓൺലൈൻ ക്ലാസ്സുകൾ വളരെ എളുപ്പമാണ്, പഠിക്കാൻ ഈസിയാണ്. ശരി, അപ്പൊ താങ്കൾ പറഞ്ഞു വരുന്നത് താങ്കൾ പറഞ്ഞു വന്നത് ഒരു നിമിഷം സമയങ്ങളും പറയും, നമ്മൾ ചർച്ചയിലാണ്. ഓക്കെ, താങ്കൾ പറഞ്ഞു വന്നത് ഈ ഓൺലൈൻ വിദ്യാഭ്യാസ രീതി അല്ലെങ്കിൽ ഓൺലൈൻ സൺഡേ സ്കൂൾ നേരത്തെ കൊണ്ടുവരേണ്ടതായിരുന്നു എന്നാണോ? അതെ, അതാണ് ഞാൻ പറയാൻ വരുന്നത്. ഈ ഓൺലൈൻ വിദ്യാഭ്യാസം നേരത്തെ കൊണ്ടുവരേണ്ടതായിരുന്നു. ഇത് വന്നതോടുകൂടി എന്ത് ഈസിയാണ് പഠിക്കാൻ കാര്യങ്ങൾ. ഞങ്ങൾ യൂട്യൂബിൽ എന്തോരം വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളും പഠിക്കാൻ പറ്റുന്നു. കൊറോണ വന്നതുകൊണ്ട് ഞങ്ങൾ ലാഭം മാത്രം ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും പഠിക്കുന്നുണ്ട്. ശരി, നന്ദി ശ്രീ കുഞ്ഞുമോൻ. താങ്കളിലേക്ക് തിരിച്ചു മടങ്ങി വരാം. ശ്രീമതി സിസ്ലി, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? കുറെ നേരമായിട്ട് ഇടയ്ക്ക് കയറി പറയാൻ തുടങ്ങുന്നല്ലോ, എന്താണ് പറയാനുള്ളത്? ഈ കുഞ്ഞുമോൻ പേര് മറന്നുപോയി. എന്തൊക്കെയോ മോന്തക്കാളോ എന്തൊക്കെയോ ആണ് അറിയാനാണ്. ഈ കുഞ്ഞുമോൻ പറയുന്ന കാര്യം ശ്രീമതി ഷാനി മനസ്സിലാക്കണം. ഈ വ്യക്തി എന്ത് പഠിക്കുന്നതാണ് പറയുന്നത്? ശ്രീമതി ഷാനി ബാക്കി ചോദിച്ചു നോക്കൂ. എന്താണ് താങ്കൾ പറയുന്നത്? നമുക്ക് ഇതിനേക്കാൾ കൂടുതൽ ഒരു നിമിഷം 1-23 ഇല്ലല്ലോ. സമൂഹം വിലയിരുത്തട്ടെ. സമൂഹം ഇത് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സമൂഹം വിലയിരുത്തട്ടെ. താങ്കൾ തുടരും. ശ്രീമതി ഷാനി, നമുക്ക് ഇതിനേക്കാൾ കൂടുതൽ തെളിവിന്റെ ആവശ്യമില്ല. ഈ വ്യക്തി എന്ത് പഠിക്കുന്നുള്ളത് നമുക്ക് തീർച്ചയായും നമുക്ക് വളരെയധികം ക്ലിയർ ആണ്, ക്രിസ്റ്റൽ ക്ലിയർ ആണ് നമുക്ക് ഈ കാര്യം. ശ്രീമതി ഷാനി, ഞാൻ പറയുന്ന കാര്യം ശ്രീമതി ഷാനി ശ്രദ്ധിച്ച് കേൾക്കണം. ഈ കുഞ്ഞുമോനെ പോലുള്ള 2 സന്താനം എന്റെ വീട്ടിലുണ്ട്. ഇവന്മാര് രാവിലെ 10 മണിയാകാതെ എണ്ണീറ്റ് വരത്തില്ല. വീട്ടുകാർക്ക് പ്രയോജനമില്ല, നാട്ടുകാർക്ക് ശകലം പോലും പ്രയോജനമില്ലാത്തമാരാക്കണം. പണ്ട് സഭയുണ്ടായിരുന്ന കാലത്ത് ശ്രീമതി ഷാനി ശ്രദ്ധിക്കണം. പണ്ട് സഭയുണ്ടായിരുന്ന കാലത്ത് ഞാൻ വളരെ നിർബന്ധിച്ച് തള്ളിക്കൊണ്ട് വിടുവാൻ സൺഡേ സ്കൂളിൽ വിടാൻ വേണ്ടി. അത് എന്നെ നിർബന്ധത്തിലാണ് പോയിക്കൊണ്ടിരുന്നത്. ശ്രീമതി ഷാനി വളരെ അധികം ശ്രദ്ധിക്കേണ്ടതാകുന്നു. തീർച്ചയായും ശ്രദ്ധിക്കുന്നുണ്ട്. ഈ സൺഡേ സ്കൂള് ഇപ്പൊ നമുക്ക് സഭയില്ലല്ലോ, സഭയില്ല. പക്ഷെ യൂട്യൂബിൽ സൺഡേ സ്കൂളുണ്ട്. ഉണ്ട്. പക്ഷെ എന്നാ പോലും യൂട്യൂബിൽ സൺഡേ സ്കൂൾ കാണുന്നില്ല. ഞാൻ നിർബന്ധിച്ചിട്ടാണ് എന്റെ മക്കളെ പോയി യൂട്യൂബിൽ പെട്ടിക്കൊണ്ടിരുന്നത്. എന്നാൽ അതിൽ കാണത്തില്ല. യൂട്യൂബിനെ പെട്ടിപ്പോയി ഇമാര് വേറെ എന്തൊക്കെയോ കുറെ കളികളുണ്ടല്ലോ. എന്തോ മറ്റേന്തോ ഫ്രീ ഫയറോ സ്രാവിന്റെ കളിയോ മറ്റേന്തോ ബജ്ജിയോ പരിപ്പൂടയോ എന്തൊക്കെ
ശ്രീമതി സിസ്ലി, താങ്കൾ പബ്ജി ആണോ ഉദ്ദേശിച്ചത്? എന്ത് പബ്ജിയാണോ മറ്റേ മുളക് ബജിയാണോ എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല. അതുപോലത്തെ എന്തൊക്കെയോ കളി കളിച്ചിട്ടിരിക്കും. അല്ലാതെ ഒരു ശകലം പോലും ബാക്കി അറിയത്തില്ല, ഒന്നും പ്രാർത്ഥിക്കാനും അറിയത്തില്ല. ശ്രീമതി ഷാനി, എന്റെ വിഷമം മനസ്സിലാക്കണം. കഴിഞ്ഞ 2 വർഷമായിട്ട് എന്റെ വീട്ടിൽ കുറെ കല്യാണങ്ങൾ നടന്നിട്ടുണ്ട്, കുറെ കുടുംബക്കാരുടെ. എന്റെ അമ്മായിപ്പന്റെ മോന്റെ ഭാര്യയുടെ മകയിലുള്ള മാവിയുടെ ഭർത്താവിന്റെ മോളുടെ കല്യാണത്തിന് ഞാൻ എന്റെ മക്കളോട് ഒന്ന് ലൈവ് കാണാൻ ചോദിച്ചു. എന്നിട്ട് പോലും അവർ തന്നില്ല. എന്റെ വിഷമം മനസ്സിലാക്കണം ശ്രീശാനി. ശരി, നന്ദി ശ്രീമതി സിസ്ലി. ഭയങ്കര വൈകാരികമായ പ്രതികരണങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ചർച്ചയിലേക്ക് മുൻപോട്ട് കടന്നു പോകേണ്ടതാണല്ലോ. അതുകൊണ്ട് തന്നെ അടുത്ത 10 സെക്കൻഡ് താങ്കൾക്ക് തരാം. താങ്കൾക്ക് സമയമാകണം. താങ്കൾക്ക് 10 സെക്കൻഡ് തരാം. ശരി, അടുത്തതായിട്ട് നമുക്ക് യുവജനങ്ങളോട് ചോദിച്ചറിയാം അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ്. താങ്കൾ ഈ ശ്രീമതി സിസ്ലി പറഞ്ഞതും ശ്രീ കുഞ്ഞുമോൻ പറഞ്ഞതും കേട്ടുവല്ലോ. എന്താണ് താങ്കൾക്ക് ഇതിനോട് പ്രതികരിക്കാനുള്ളത്? എന്നെ സംബന്ധിച്ചിടത്തോളം കൊറോണ വന്നതുകൊണ്ട് എനിക്ക് യാതൊരു വിധമായ പ്രശ്നവും വന്നിട്ടില്ല. പിന്നെ ഒരു YP പ്രോഗ്രാം നടന്നു. അതിന് എത്ര ദിവസം മുമ്പാണെന്നറിയാം ഞങ്ങൾ ഒരു കുർത്ത സെലക്ട് ചെയ്യുന്നത്, ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നത്. ശരി, ശ്രീമതി ഷാനി, ഞാൻ പറഞ്ഞോട്ടെ, ഇവർക്ക് വൃത്തിക്ക് പറയാൻ പോലും അറിയത്തില്ല. താങ്കൾ വ്യക്തിഹത്യയിലേക്ക് നമ്മൾ പോകരുത്. ചർച്ച മുൻപോട്ട് പറഞ്ഞോട്ടെ. ശരി, താങ്കൾ തുടരും. അങ്ങനെ എന്റെ ടിക്ടോക്കിലും ഇൻസ്റ്റയിലും വീഡിയോസ് ചെയ്യുന്ന എന്റെ വിലപ്പെട്ട സമയത്താണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. അങ്ങനെയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് എന്റെ എത്ര ലൈക്സും ഫോളോവേഴ്സും കുറയുമെന്ന് അറിയാവോ. പിന്നെ ടാലന്റസിന്റെ കാര്യം പറയാൻ വേണ്ട. അദ്ദേഹം ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ശരി, നന്ദി. താങ്കളുടെ പ്രതികരണത്തിന് നന്ദി. എന്താണ് കുറെ നേരമായിട്ട് 10 സെക്കൻഡ് ചോദിച്ചുകൊണ്ടെങ്കിൽ 10 സെക്കൻഡ് താങ്കൾക്ക് അനുവദിച്ചിരിക്കുന്നു. താങ്കൾ പറയൂ, എന്താണ് പറയാനാണ് ഉദ്ദേശിക്കുന്നത്? ഒരു സാമൂഹിക നിരീക്ഷകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്, സഭകൾ എന്തിനാണ് തുറക്കുന്നത്? എന്താണ് താങ്കൾ ഇപ്രകാരമുള്ള ഒരു കോൺട്രോവേഴ്ഷ്യൽ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്? ശ്രീമതി ഷാനി, ഇത്രയ്ക്ക് വിവാദകരമായ പ്രസ്താവനകൾ പറയുന്നത് ഈ ചർച്ചയിൽ കൊണ്ടുവരരുത്. ശരി, അതുകൊണ്ട് ജനറലൈസ് ചെയ്ത് സംസാരിക്കരുത്. നമുക്ക് വ്യക്തമായ താങ്കളുടെ നിലപാട് അവതരിക്കാം, പക്ഷെ ജനറലൈസ് ചെയ്ത് സംസാരിക്കരുത്. അതിലേക്കാണ് ഞാൻ വരുന്നത്. എന്തിനാണ് സഭകൾ ഇത്ര ബഹളം വയ്ക്കുന്നത്? ഞാൻ കാര്യങ്ങൾ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ആളാണ്. മറ്റെല്ലാ ആരാധനാലയങ്ങളും ആളുകൾ ശാന്തമായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അയ്യോ, അവർ ശാന്തമായി പ്രാർത്ഥിക്കില്ല, ശാന്തമായി ഉറങ്ങുകയാണ് ശ്രീമതി ഷാനി, അവർ ശാന്തമായി ഉറങ്ങുകയാണ്. ശരി, വ്യക്തിഹത്യയിലേക്ക് പോകരുത്. നമുക്ക് ചർച്ചയിൽ മുന്നോട്ട് കിടക്കേണ്ടതാണ്. താങ്കൾ തുടരും. അതുകൊണ്ട് സഭകൾ തുറക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇതുപോലെ വെള്ളിയാഴ്ച പ്രാർത്ഥന, ബുധനാഴ്ച പ്രാർത്ഥന, ഒരു ദിവസം ഈ വീട്ടിലാണെങ്കിൽ അടുത്ത ദിവസം അപ്പുറത്തെ വീട്ടില്. അയ്യോ, ഇതിനേക്കാൾ സഹിക്കാൻ വയ്യാത്തത് കൊയറുകാരുടെ പാട്ടാണ്. കേട്ടാ കൊള്ളാവോ? അതും ഇല്ല. നന്ദി. താങ്കളുടെ പ്രതികരണത്തിന് നന്ദി. ഷാനി, യഥാർത്ഥത്തിൽ ഇവിടെ എല്ലാവരും തങ്ങളുടെ വ്യക്തിപരമായ നിലപാടുകളാണ് അറിയിച്ചത്. അല്ലാതെ ഇവിടെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളെ ആരും സംസാരിച്ചിട്ടില്ല. നന്ദി. താങ്കൾ അത് ചൂണ്ടിക്കാണിച്ചത് വളരെയധികം നന്ദി പറയുന്നു. കാരണം എനിക്ക് അക്കോയുടെ കാര്യം പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ല. ശരി, നമുക്ക് ശ്രീമതി സൂസൻ പറഞ്ഞത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. നിങ്ങൾ ആരും തന്നെ ഇവിടുത്തെ പ്രധാന ഫണ്ടമെന്റൽ ആയിട്ടുള്ള പ്രോബ്ലംസ് എന്താണെന്ന് നിങ്ങൾ അറിയിക്കുന്നില്ല, അഡ്രസ് ചെയ്യുന്നില്ല. അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നില്ല എന്ന് പറഞ്ഞു പിന്നുള്ള ഡയലോഗ് നേരത്തെ ആയിപ്പോയി. ശരി, അടുത്തത് താങ്കൾ അതുകൊണ്ട് ഈ വിഷയത്തെ പറ്റി സംസാരിക്കുക. അതായത് ഇവിടെ ഫേസ് ചെയ്യുന്ന കൊറോണ കാരണം ഉള്ള കുഴപ്പങ്ങളെ പറ്റിയാണ് നിങ്ങൾ സംസാരിക്കേണ്ടത് എന്നാണ് ശ്രീമതി സൂസൻ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ കുഴപ്പങ്ങൾ എന്താണ്, യഥാർത്ഥമായ കുഴപ്പങ്ങൾ എന്താണെന്ന് നമുക്ക് സൂസനോട് ചോദിക്കാം. എന്താണ് സൂസൻ ഇവിടുത്തെ പ്രധാനമായ കുഴപ്പങ്ങൾ? അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നില്ല എന്ന് പറഞ്ഞു പറ്റത്. ശരി, നമുക്ക് വീണ്ടും വാക്കുകൾ കൊണ്ട് മാത്രം നമുക്ക് സംസാരിച്ചാൽ മതി. ആശയങ്ങൾ മാത്രം നിൽക്കൂ. താങ്കൾ ഈ 10 സെക്കൻഡ് കൊണ്ട് എവിടെ പോകും? താങ്കൾക്ക് സമയം തരാം, ഇവിടെ ഒന്ന് പറഞ്ഞ് തീർത്തോട്ടെ. ശരി, നന്ദി. നിങ്ങളുടെ ഏവരുടെയും പ്രതികരണങ്ങൾക്ക് നന്ദി. അടുത്തതായിട്ട് താങ്കൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ? എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? പറഞ്ഞോളൂ. ശ്രീമതി ത്രേസ്യയോട് ഞാൻ യോജിക്കുന്നു. ഞാൻ ഒരു വിദ്യാർത്ഥിയാണല്ലോ. ഇത്രയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഞങ്ങൾ പഠിച്ച സൺഡേ സ്കൂൾ വാക്യങ്ങളൊക്കെ ഈ പള്ളിയിൽ വന്ന് പറയണം. ഫ്രണ്ടിൽ നിന്ന് പറയുമ്പോൾ നമ്മൾ ഉള്ള കോൺഫിഡൻസ് കൂടെ പോവുകയാണ്. ഇതിന് വല്ല ആവശ്യമുണ്ടോ? സാക്ഷ്യം പറയണം. ഇതിന്റെ ആവശ്യമുണ്ടോ? ഞങ്ങൾ കാര്യങ്ങൾ ഓൺലൈനായിട്ട് എല്ലാം പഠിക്കുന്നുണ്ട്.
ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ പിന്മാറ്റത്തിൽ പോയ ആരുടെ ലക്ഷണങ്ങളാണ്. ഒരിക്കലുമല്ല. ഈ കൊറോണ വന്നത് കൊണ്ട് ഇപ്പൊ എനിക്ക് വാക്യം പഠിക്കണോ, വീഡിയോ കാണണം, എപ്പം പഠിക്കണം, ഗെയിം കളിക്കണം, എന്ത് വേണമെങ്കിലും എപ്പോ ഉറങ്ങണം, എപ്പം വേണമെങ്കിലും ചെയ്യാമല്ലോ. ഇന്നത്തെ ടൈം ഉണ്ടല്ലോ. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി തന്നെയാണ് ഞാൻ പഠിക്കുന്നത്. ഏറ്റവും ഗുണമാണ് ഉണ്ടായിട്ടുള്ളത്. ശരിയാ, നമ്മൾ നേരത്തെ മനസ്സിലായത് സംഗീതത്തിന് 1:23 കേട്ടപ്പോൾ മനസ്സിലായിരുന്നു. ശരി, വ്യക്തിഹത്യയിലേക്ക് നമ്മൾ പോകരുത്, ചർച്ചയിലേക്ക് നമുക്ക് മുൻപോട്ട് കിടക്കാം. അടുത്തതായി ശ്രീമതി സൂസൻ, താങ്കൾ ഈ ശ്രീ കുഞ്ഞുമോൻ പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ട്. താങ്കൾ എന്താണ് താങ്കൾക്ക് പറയുന്നത്? താങ്കൾ ഫേസ് ചെയ്യുന്ന യുവജനങ്ങൾ ഫേസ് ചെയ്യുന്ന കുഴപ്പങ്ങൾ എന്താണ്? അതായത് ഷാനി, ഈ ചർച്ചിൽ വന്ന ഒരു YP പ്രോഗ്രാം നടത്തുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഈ YP സെക്രട്ടറി ഇങ്ങനെ പ്രോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി. ഞങ്ങളാണ് ഇതിന്റെ പുറകെ കഷ്ടപ്പെടുന്നത്. എവിടുന്നാണ് ഓരോ പ്രാവശ്യം പുതിയ പുതിയ പ്രോഗ്രാംസ് കണ്ടുപിടിച്ചുകൊണ്ട് വരുന്നത്? പിന്നെ ടാലന്റേഴ്സിന് പോയ ഗ്രൂപ്പ് സോങ് പാടാൻ വിളിച്ചാൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ, അവരൊന്ന് കംപ്ലീറ്റ് ചെയ്തോ, പൂർത്തീകരിക്കുന്നു. 10 സെക്കൻഡ് തേക്കാം. ഗ്രൂപ്പ് സോങ് പാടാൻ വിളിച്ചാൽ ഒറ്റ ഒരെണ്ണത്തിന് ആ സമയമാകുമ്പോൾ കാണത്തില്ല. അവസാന നിമിഷം ചെസ് നമ്പർ തപ്പാൻ പോകും. പിന്നെ അവസാനം ഞാൻ തന്നെ ഒറ്റയ്ക്ക് ഗ്രൂപ്പ് സോങ് പാടിയിട്ടുണ്ട്. പിന്നെ ഞാൻ പാടിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഒരു ഫസ്റ്റും സെക്കൻഡും തന്നില്ല. അത് അവർക്ക് നഷ്ടമായി പോയത്. പിന്നെ വല്ല VBS ഒക്കെ ആകുവാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. എന്റെ ഷാനി, VBSന്റെ കാര്യം ഞാൻ പറഞ്ഞു. VBS അങ്ങോട്ട് തുടങ്ങുമ്പോൾ എന്റെ വീട്ടിലുള്ള 3 എണ്ണം കൂടെ പള്ളിയുടെ ഫ്രണ്ടിൽ കാണും. എന്നിട്ട് ഇതെല്ലാം കൂടെ വാക്യം പഠിച്ച് പാട്ടും പഠിച്ച് വീട്ടിലോട്ട് വരും. എന്നിട്ട് എന്നോട് പറയാം മാനസാന്തരപ്പെടണം, സ്നാനപ്പെടണം എന്നൊക്കെ. വിശ്വാസിയായി മാറും. തീർച്ചയായും അതിന്റെ ആവശ്യം ഇവരുടെ കൊച്ചു പറഞ്ഞാലേ ശരി. എനിക്കതിന്റെ ആവശ്യമില്ല. താങ്കൾ കൂടുതലൊന്നും പറയേണ്ട. താങ്കൾക്ക് ആ പേര് എങ്ങനെ വന്നു എന്ന് ഇവിടെ എല്ലാവർക്കും അറിയേണ്ട കാര്യമാണ്. നമ്മൾ കാര്യങ്ങൾ വളച്ചൊടിക്കാൻ പാടില്ല. നമ്മൾ വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു വളച്ചൊടികളും മറിച്ചൊടുക്കലും ഇല്ല. ഇവർ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് പറയുന്നത്. ശരി, നമുക്ക് വീണ്ടും ചർച്ചയിലേക്ക് മുൻപോട്ട് പോകാൻ സമയം വളരെ കുറവാണല്ലോ. നമുക്ക് ചർച്ചയിലേക്ക് മുൻപോട്ട് കിടക്കാം. അടുത്തതായി നിങ്ങളുടെ നിലപാടുകൾ അറിയിക്കാം. 10 സെക്കൻഡ് തരാം സഹോദരി, പറഞ്ഞോളൂ. അടുത്തതായിട്ട് മറന്നുപോയി ആരുടെ? ഇത്തരം പക്വതയില്ലാത്ത റിപ്പോർട്ടേഴ്സിനെ ചാനലുകൾ കേൾക്കാൻ പാടുണ്ടോ? ക്ഷമിക്കണം, നമുക്ക് വ്യക്തിഹത്യയിലേക്ക് പോകാൻ പാടില്ല. അടുത്തതായിട്ട് പറയാനുള്ളവർ പറഞ്ഞോളൂ. ഞാൻ ഈ കൊറോണ വന്നത് കൊണ്ട് ആത്മഹത്യ പോകേണ്ടതുമാണ്. ഞാൻ വിദ്യാർത്ഥി. എല്ലാ കാര്യങ്ങളും സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഓൺലൈനായിട്ട് ഞാൻ പഠിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്. എന്റെ ടീച്ചറാണ് ഇതിരിക്കുന്നത്. എന്റെ ടീച്ചർ ഓരോ ദിവസവും ഇടുന്ന എക്സാം ഞാൻ അറ്റൻഡ് ചെയ്യുന്നു. അറ്റൻഡ് ചെയ്യുന്ന എക്സാമിന് മാർക്ക് തരുന്നില്ല. ഓൺലൈൻ ആണെങ്കിലും മാർക്ക് തരുന്നില്ലേ? മാർക്ക് തരുന്നില്ല, കുഴപ്പമുണ്ടോ? ശ്രീമതി ഷാനി, ഞാൻ അവന്റെ സ്കൂളിലെ ടീച്ചറാണ്. പറഞ്ഞ വളരെ ശരിയാണ്. എടാ, നീയൊക്കെ എഴുതി ഓൺലൈൻ എക്സാം എന്റെ കയ്യിലുണ്ട്. താങ്കൾ ഈ ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടതാണ്. ആരാണ് ഗോലിയാത്തിനെ കൊന്നത്? ഞാൻ പറയാം, ഈ ലോകത്തിൽ കൊന്നുകൊണ്ടിരിക്കുന്നത് ആരാണ്? ഇപ്പം കോവിഡല്ലേ? തീർച്ചയായിട്ടും ഗോലിയാത്തിനെ കൊന്നിരിക്കുന്ന ആരായിരിക്കണം? കോവിഡ് തന്നെയായിരിക്കണം. എന്റെ പൊന്നു മോനെ, കോവിഡ് അല്ല, ഡേവിഡ് ആണ് കൊന്നത്. ഡേവിഡ് ആയിരുന്നോ? അത് പെട്ടെന്ന് തെറ്റിപ്പോയതാണ്. 2 അക്ഷരം മാറിപ്പോകും. ശരി, 2 അക്ഷരം മാറിപ്പോകും. വ്യത്യാസം എന്നാലും ഒരു അകമാർക്ക് കാൽമാർക്ക് തരമായിരുന്നു. അതുപോലും തന്നില്ലെന്നുള്ളതാണ് വളരെ കഷ്ടം നോക്കണം. എനിക്ക് ഇതിൽ കൂടുതൽ ഒരു തെളിവിന്റെ ആവശ്യമില്ല. സമൂഹത്തിന് വ്യക്തമായി മനസ്സിലായതാണ് ഈ കുട്ടി എന്ത് പഠിക്കുന്നുള്ളത്. ശരി, സമൂഹം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. സമൂഹം വിലയിരുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചർച്ചയിലേക്ക് നമുക്ക് മുമ്പോട്ട് കിടക്കാം. ശ്രീമതി ത്രേസ്യാമ, താങ്കൾ ഈ പറയുന്ന വിഷയങ്ങളോട് യോജിക്കുന്നു? അതായത് കൊറോണ വന്നുകൊണ്ടുള്ള കുഴപ്പങ്ങളെ പറ്റി ആണ് ഇവിടെ സംസാരിച്ചത്. എന്താണ് താങ്കൾ പറയാൻ ആഗ്രഹിക്കുന്നത്? ഞാനൊരു സാമൂഹ്യ നിരീക്ഷ ആയതുകൊണ്ട് ഞാൻ പറയുന്നത് എപ്പോഴും പറയണമെന്നില്ല. മറ്റുള്ളവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നതിലും നല്ലത് സഭകളൊക്കെ അടച്ചിടുന്നതാണ്. പ്രധാനമുള്ള കോൺട്രവേഴ്ഷ്യൽ സ്റ്റേറ്റ്മെന്റ് താങ്കൾ പറയുന്നതോട് ഞാൻ തീരെ യോജിക്കുന്നില്ല. താങ്കൾക്ക് നിലപാട് അറിയിക്കാം, പക്ഷേ ചർച്ചകളിലുള്ള ബഹളം പോരായിട്ട് റോഡിൽ ഇറങ്ങി ബഹളം വെക്കുന്നു. അതിന്റെ ആവശ്യം എന്താണ്? റോഡിൽ ബഹളം വെക്കുന്നോ ചർച്ചകാരോ? അതുകൊണ്ട് എന്താ താങ്കൾ ഉദ്ദേശിച്ചു വരുന്നത്? ഞാൻ പറഞ്ഞു വരുന്നത് പരസ്യങ്ങളെ പറ്റിയാണ്. അത് നിങ്ങൾക്ക് അറിയാമല്ലോ, കൂടുതലൊന്നും പറയണ്ടേ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുറെ കാര്യം പറഞ്ഞല്ലോ. ഈ ചർച്ചയിൽ ഞാൻ ഒഴികെ എല്ലാവരും മാനസാന്തരപ്പെടണം. ഞാൻ മാത്രമേ ഇവിടെ നന്നായിട്ടുള്ളൂ. ഇവിടെ നമുക്ക്
പബ്ലിക് മീറ്റിംഗ് അല്ലെങ്കിൽ പൊതു മീറ്റിംഗിൽ അവിടെ എവിടെയാണ് ബഹളമുള്ളത്? എവിടെയാണ് ബഹളമുള്ളത്? താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് നല്ലൊരു പ്രവൃത്തിയല്ലേ? സമൂഹത്തിലേക്ക് യേശുവിന്റെ വചനത്തെ അറിയിക്കുകയല്ലേ ചെയ്യുന്നത്? വാക്കുകളില്ല. ശരി, നന്ദി താങ്കളുടെ പ്രതികരണത്തിന്. ഇങ്ങനത്തെയുള്ള ആൾക്കാരുടെ മാനസാന്തരം ഉദ്ദേശിച്ചാണ് ഞങ്ങൾ പരിശീലനം നടത്തുന്നത്. പരിശീലനം നടത്തുന്നത്. പക്ഷെ ഇവരെ പോലുള്ളത് മനസ്സിലാകുന്നില്ലല്ലോ. നന്ദി താങ്കളുടെ പ്രതികരണത്തിന്. അടുത്തതായി സിസ്റ്റർ സൂസൻ ആണ് സംസാരിക്കുന്നത്. സിസ്റ്റർ സൂസൻ, താങ്കൾ ഈ പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ സഭയുടെ നെയ്ബറാണ്. താങ്കൾ ഈ പറയുന്നതിനോടൊക്കെ യോജിക്കുന്നുണ്ടോ? ഇപ്പോൾ എന്തൊക്കെ പറയുന്നത്? എനിക്ക് പറയാനുള്ളത്, എനിക്ക് ഏറ്റവും ആശ്വാസമുള്ള കാര്യം സൺഡേ രാവിലെ ഫാസ്റ്റിംഗ് എടുക്കണമല്ലോ എന്ന് ഓർത്തിട്ട്, അല്ലെങ്കിൽ എല്ലാ ഞായറാഴ്ചയും ഫാസ്റ്റിംഗ് എടുക്കാൻ വന്നു. ഇത് ആലോചിക്കുമ്പോൾ ഞങ്ങൾ തലേ ദിവസം രാത്രി തന്നെ വയറ്റിൽ കൊള്ളാത്തതിനെ കുത്തികയറ്റി കഴിച്ചതായിരുന്നു. ഞങ്ങളെ പോലെ യൂത്ത്സിന്റെ കഷ്ടപ്പാടും ദുരിതം ആർക്കെങ്കിലും അറിയണം? തീർച്ചയായും ഭയങ്കര അധികം ദുരിതങ്ങളാണ്. ശരി, നന്ദി. നന്ദി നിങ്ങളുടെ പ്രതികരണത്തിന് വേണ്ടിയിട്ട്. നിങ്ങൾ പറഞ്ഞ ഓരോ കാര്യങ്ങള് എല്ലാം സമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്, സമൂഹം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, പറഞ്ഞോളൂ. താങ്കളുടെ സ്ക്രിപ്റ്റ് ഈ വാക്യം അല്ലാതെ വേറെ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. നന്ദി. നമ്മൾ ചർച്ചയുടെ അവസാനത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടുത്തെ കുഴപ്പങ്ങൾ എന്താണെന്ന് നിങ്ങൾ സമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കൊറോണയും കൊണ്ടുള്ള കുഴപ്പങ്ങൾ എന്താണെന്ന് ആണ് എത്ര നേരം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കൺക്ലൂഷൻ എത്തിയപ്പോൾ എനിക്ക് ഒരു മെസ്സേജ് മാത്രം ഈ സമൂഹത്തിനോട് പറയാനുണ്ട്. അത് കേൾക്കാം. ഇന്നത്തെ ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്നു. കോവിഡ് പ്രതിസന്ധി അതിരൂക്ഷമായി തുടരുന്ന ഈ സാഹചര്യത്തിലും കോവിഡ് പ്രോട്ടോകോൾ പാലിക്കാതെ അനേക വ്യക്തികൾ മുൻപോട്ട് പോകുന്നതായി കാണുന്നുണ്ട്. ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു വ്യക്തി സോഷ്യൽ മീഡിയയിലൂടെ വൈറലായ ഒരു സംഭവം വീഡിയോയിലൂടെ കണ്ടതായി നാം ഓർക്കുന്നുണ്ടാവും. തനിക്ക് കോവിഡ് രോഗം വരില്ല എന്ന് അവകാശപ്പെട്ട് എല്ലാ പ്രോട്ടോകോളും മറികടന്ന് ആ വ്യക്തി സമൂഹത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റുകയായിരുന്നു. വിദ്യാഭ്യാസ സമ്പന്നരെന്നും സമർത്ഥരെന്നും അനുമാനിക്കുന്ന പല വ്യക്തികളിൽ നിന്നും ഇതുപോലെ വിവേകമില്ലാത്തതും അനുചിതവുമായ പ്രവർത്തികൾ നമുക്ക് ചുറ്റും കാണാൻ കഴിയും. പ്രിയ പ്രേക്ഷകരെ, പ്രിയപ്പെട്ട വിശ്വാസികളെ, നീണ്ട വർഷത്തെ പാരമ്പര്യമുള്ള ക്രിസ്തീയ സമൂഹത്തിലും കുറച്ചുകൂടെ തെളിയിച്ചു പറഞ്ഞാൽ വിശ്വാസത്തിൽ പഴക്കവുമുള്ള ആളുകളിൽ നിന്നും പോലും ഇത്തരം അനുഭാവമില്ലാത്ത അവകാശങ്ങളും നിലപാടുകളും കാണുവാൻ കഴിയുമെന്നത് ഒരു വേദനാജനകമായ അവസ്ഥയാണ്. തുറന്നു പറയുകയാണെങ്കിൽ നാം ഇന്ന് അനുഭവിക്കുന്ന കോവിഡിനോ ഒമിക്രോൺ വൈറസിനോ മറ്റേതെങ്കിലും വേരിയന്റിനോ ഒന്നുമല്ല നമ്മുടെ യഥാർത്ഥ ശത്രു. അഥവാ ദൈവത്തെ ആരാധിക്കുന്നതിനോ നമ്മുടെ ആത്മീയ വളർച്ചയ്ക്കോ ഇവയൊന്നും ഒരു തടസ്സമല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വാസ്തവത്തിൽ പാവം എന്ന വൈറസിനെതിരെയാണ് നാം ജാഗ്രത പുലർത്തേണ്ടത്. നമ്മെ വിളിച്ചിരിക്കുന്നത് നാമധേയ ക്രിസ്ത്യാനിയായി ഒതുങ്ങുവാനോ ഞായറാഴ്ച ക്രിസ്ത്യാനിയെ ഇരിക്കുവാനോ അല്ല. ഓർക്കുക, ചില ദിവസങ്ങളിൽ മാത്രം മാസ്ക് ധരിച്ചാൽ വൈറസിനെതിരെയുള്ള സുരക്ഷ ഉറപ്പാക്കുവാൻ നമുക്ക് കഴിയില്ല എങ്കിൽ ഒരു ഭാഗിക ക്രിസ്ത്യാനിയെ ജീവിച്ചാൽ പാപരഹിതമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ നമുക്ക് എങ്ങനെ കഴിയും? മാസ്കിന്റെ കാര്യത്തിൽ നാം ശ്രദ്ധാലുക്കൾ ആകുന്നത് പോലെ ക്രിസ്തു നമുക്ക് തന്ന ഈ ജീവിതയാത്രയിൽ നമ്മുടെ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ഈ ചെറിയ വൈറസിനെതിരെ ഡിസിൻഫെക്റ്റനും സാനിറ്റൈസറും ഒക്കെ 99% സുരക്ഷ തരുവാനേ കഴിയുന്നുള്ളൂ. എന്നാൽ യേശുവിന്റെ രക്തത്തിന് മരണകരമായ പാപം എന്ന വൈറസിൽ നിന്നും നമ്മെ പൂർണ്ണമായി ശുദ്ധി ചെയ്ത് നീതീകരണം സാധ്യമാക്കി കുറ്റമില്ലാത്തവരാക്കി മാറ്റുവാൻ ശക്തിയുണ്ട്. ഇപ്പോൾ യാത്രകൾക്ക് RT-PCR പരിശോധന നിർബന്ധമാണ്. ക്രിസ്തുവിനെ പോലെ ആകുവാനും രൂപാന്തരം നമ്മിൽ വരുത്തുവാനും കഴിവുള്ള ദൈവവചനം നാം ധ്യാനിക്കുവാൻ സമയം കണ്ടെത്തുന്നില്ല എങ്കിൽ നമുക്ക് നിത്യത ഉറപ്പാക്കുവാൻ കഴിയുമോ? വാക്സിൻ എത്ര ഡോസ് സ്വീകരിച്ചാലും വൈറസിൽ നിന്നോ മരണത്തിൽ നിന്നും പൂർണ്ണ രക്ഷ ഉറപ്പായി ലഭിക്കുന്നില്ല. എന്നാൽ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസം നമുക്ക് നിത്യജീവൻ ഉറപ്പാക്കുകയും നിത്യശിക്ഷാവിധിയിൽ നിന്ന് പൂർണ്ണ സുരക്ഷ നൽകുകയും ചെയ്യുന്നു. പ്രിയ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളെ, സൺഡേ സ്കൂളിന് 100% അറ്റൻഡൻസ് നല്ലതാണ്. എന്നാൽ ഓൺലൈനോ ഓഫ്ലൈനോ സൺഡേ സ്കൂൾ അറ്റൻഡ് ചെയ്യുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല. സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറയുന്നു: ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കാൻ നിന്റെ വചനത്തെ എന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. ദൈവവചനം ധ്യാനിക്കുക, മനഃപ്പാഠമാക്കുക, പരമാവധി ഹൃദയത്തിൽ സംഗ്രഹിക്കുക. പ്രിയപ്പെട്ട യൗവനക്കാരെ, ബൈബിൾ നിങ്ങൾക്ക് പരാജയപ്പെടാത്ത ഒരു പ്ലാൻ നൽകുന്നു.
സങ്കീർത്തനങ്ങൾ 119:9 ഇപ്രകാരം പറയുന്നു: ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. പ്രിയ കൂട്ടുവിശ്വാസികളെ, യാക്കോബ് 2:10 ഇപ്രകാരം പറയുന്നു: ഒരുത്തൻ ന്യായപ്രമാണം മുഴുവൻ അനുസരിച്ച് നടന്നിട്ടും ഒന്നിൽ തെറ്റാൽ അവൻ സകലത്തിലും കുറ്റക്കാരനായി തീർന്നു. വചനം ഇങ്ങനെയും പറയുന്നു: എല്ലാ തെറ്റും പാപമാണ്. അതുകൊണ്ട് എന്റെ പ്രിയ കൂട്ടുകാരെ, ദൈവ സന്നിധിയിൽ വരാൻ അവസരമുണ്ടായിട്ടും വരാതെ ഇരിക്കുന്നതും ദൈവസന്നിധിയിൽ വന്ന് ദൈവത്തിന് ഹിതം ഇല്ലാത്ത കാര്യങ്ങൾ ഇൻവോൾവ് ആകുന്നതും രണ്ടും ഈക്വലി ദൈവത്തിന്റെ കണ്ണിൽ ഒരുപോലെ തെറ്റും അനിഷ്ടവുമായ കാര്യമാണ്. ബൈബിൾ കർശനമായി പറയുന്നു, ദൈവം നമ്മുടെ മേൽ ആക്കി വെച്ചിരിക്കുന്ന നേതാക്കൾക്കും അധികാരങ്ങൾക്കും കീഴ്പ്പെടുത്തിയിരിക്കണമെന്ന്. നമ്മുടെ വീടുകളിൽ, കുടുംബങ്ങളിൽ, സഭകളിൽ, നാം ആയിരിക്കുന്ന എല്ലാ ഇടങ്ങളിൽ നമ്മുടെ കൂടെ ജീവിക്കുന്നവരുടെ ജീവിതത്തിനും സുരക്ഷയും ബാധിക്കുന്ന എല്ലാ റൂൾസും റെഗുലേഷൻസും നാം പാലിക്കണം. ഒടുവിലായി ഞങ്ങളുടെ അക്രൈസ്തവരായ എല്ലാ സുഹൃത്തുക്കളോടും ഒരു കാര്യം ഓർമ്മപ്പെടുത്തിക്കൊട്ടെ. ക്രിസ്ത്യാനിറ്റി എന്നുള്ളത് ഇന്ന് മെജോറിറ്റി ക്രിസ്ത്യാനികൾ എന്ന് അവകാശപ്പെടുന്ന വ്യക്തികൾ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളല്ല, മറിച്ച് ക്രിസ്തു തന്റെ ജീവിതം കൊണ്ടും തന്റെ പഠിപ്പിക്കൽ കൊണ്ടും ലോകത്തോട് പറഞ്ഞതാണ്. യേശു ഏക വഴിയും പരമമായ സത്യവും ജീവനും ആകുന്നു. അതുകൊണ്ട് ക്രിസ്തുവിനെ അനുഗമിക്കുക. ആ ദിനം ഏറ്റവും അടുക്കലാകുന്നു. എല്ലാ മനുഷ്യന്റെ പ്രവൃത്തികൾ വെളിച്ചത്ത് വരികയും ഓരോ പ്രവൃത്തിയും തീയിൽ ശോധന കഴിയുകയും ചെയ്യുന്നതിന് നിങ്ങളുടെ പ്രവൃത്തി മറ്റുള്ളവരെക്കാൾ നല്ലതായിരിക്കാം. അല്ല, മരം കൊണ്ടോ വൈക്കോൽ കൊണ്ടോ ഉള്ളതായിരിക്കാം. പക്ഷെ ഓർക്കുക, അത് തീയിലൂടെ ശോധനയിൽ നിലനിൽക്കുന്നില്ലെങ്കിൽ അത് നഷ്ടമല്ലാതെ ഒരു പ്രയോജനവുമില്ല. യഥാർത്ഥ സത്യം മാത്രം മുറുകെ പിടിക്കുക. വെള്ളം പൂശിയ പാദസത്യങ്ങളെയും ആരെയും ഉപദ്രവിക്കാതെ കള്ളങ്ങളെയും അല്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. സുരക്ഷാ നടപടികൾ എടുക്കുക. അവന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. നന്ദി. ശുഭദിനം. Thank you. Have a nice day. എന്തോ അപ്പൊ ഞാനിവിടെ
എല്ലാം വൃത്തിയാക്കുക. എന്താണ് ഒരു പരിങ്ങല്? നീ അടുത്ത് വന്നേ. ഈ അപ്പൻ എന്തൊരു നാറ്റം. മണം പിടിക്കാൻ നീ ആരെ ഡോമാണ്? നീ എന്താണ് സ്കൂളിൽ പോകുന്നില്ലേ? രാവിലെ മുതൽ ഭയങ്കര വയറുവേദനയപ്പാ. നിന്റെ പ്രായത്തിലുള്ള എല്ലാവർക്കും പഠിക്കാനുള്ള ദിവസം വയറുവേദന, തലവേദന, മുട്ടുവേദന ഉണ്ടാവല്ലേ? അത്ഭുതം. ഇപ്പൊ വയറുവേദന കേട്ടോ. ഓക്കെ, ഇന്നലെ കടയിൽ പോയിട്ട് ബാക്കി എന്താണ്? അത് മാറ്റില്ല, ഞാൻ പോവാ. എടാ മാറ്റി, ഇവിടെ വാ. ഇന്ന് നിന്നെ ശരിയാക്കുന്നുണ്ട്. നീ എവിടെ പോയിരുന്നു? ഞാൻ ട്യൂഷൻ ആലപ്പുഴയിൽ. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ അവിടെ പോയതെന്ന്? അപ്പ എനിക്ക് സ്കൂളിൽ കൊടുക്കാൻ 50 രൂപ വേണം. ചോദിക്കുമ്പോ എടുത്തു തരാൻ ഇവിടെ പണം കുതിക്കുന്ന മരമാണ്. 5 നയ പൈസ തരില്ല. അയ്യോ, ഇന്ന് പൈസ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ്. കൊടുത്തില്ല, നിന്നെ ഇറക്കി വിട്ടോ. നീ പോലെ മീൻ കച്ചവടം നടത്തും. അപ്പ പ്ലീസ്. എന്ത് പീസാണ്? ഒരു ഇംഗ്ലീഷുകാരൻ വന്നിരിക്കുന്നു. നിങ്ങളെ പീസാണ്. നിങ്ങളെ കടയിൽ പോലെ ബാക്കിയാവ. അത് ചേട്ടന്റെ കയ്യിലാണ്. നിന്നെ ഇന്ന് ഞാൻ ഇതിനുള്ള പൈസ നീ എടുത്തല്ലേ? ഇല്ല, ഞാൻ എടുത്തില്ല. പറ്റിപ്പ് വിവരമില്ലാത്ത അപ്പ നാണങ്ങളുടെ പട്ടക്കാരൻ. എല്ലാ വിഷയത്തിലും ഫുൾമാർക്കാണ് നിന്നോട് ആരാ പറയണം? ഇന്ന് നിന്റെ ദൂസനും പതിപ്പിലും എല്ലാം നിർത്തിക്കോ. ഇന്നെല്ലാം കത്തിച്ചു കളഞ്ഞ കത്തിക്കല്ലേ അപ്പ. അപ്പ പ്ലീസ്, അപ്പ പ്ലീസ് പ്ലീസ് പ്ലീസ്. മത്തായി, മത്തായി, ഇവിടെ ആരുമില്ലേ? ഇതാരും ഉപദേശിയോ? ഈ പാവപ്പെട്ട കൊട്ടാരത്തേക്ക് സ്വാഗതം. മത്തായി രാവിലെ തന്നെ ഫോണിലാണല്ലോ. എന്റെ പേര് മത്തായി, അതുകൊണ്ട് ഞാൻ ഫുൾ ടൈം മത്തായി. എന്റെ പേരുകളെ ഞാനില്ല. എന്താണ് ഇപ്പോൾ മാത്യുവിനെ കാണുന്നില്ലല്ലോ? അവന്റെ ട്യൂഷൻ പഠിപ്പിക്കുന്നത് നിർത്തി. കഷ്ടം, അവനൊരു മിടുക്കനായിരുന്നല്ലോ. കഴിഞ്ഞ ദിവസം വൈകിട്ട് 100 രൂപ അവന് കിട്ടി. അവന്റെ അപ്പനായി എനിക്ക് വരാതെ സത്യസന്ധ ടീച്ചറിന്റെ കയ്യിൽ കൊടുത്തിരുന്ന മൂത്ത മകൻ കൊച്ചുണ്ണി എവിടെ? അവൻ കുപ്പിയ. കൂട്ടുകാർ വഴക്കിൽ വന്നപ്പോൾ അവൻ അവിടെ മൂക്കിടിച്ച് ചമ്മന്തി. ഇങ്ങനെയാണോ താൻ മക്കളെ വളർത്തുന്നത്? ഉപദേശവും പുണ്യവാളൻ. ഉപദേശവും മക്കളൊക്കെ മാലാകമാര്. ഞാനൊന്നും പറയുന്നില്ല. ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. വന്ന വഴി അറിയാലോ. ഉപദേശം അതുവഴിയാണ് വിട്ടോ. അങ്ങനെ വർഷങ്ങൾ ചിലത് കഴിഞ്ഞു. പിതാവിന്റെ ലാളനയിൽ വഷളായ കൊച്ചുണ്ണി പല ദുശ്ശീലങ്ങളിലും വീണു. ദൈവവിശ്വാസം മുറുകെ പിടിച്ച മാത്യു മിടുക്കനായി പഠിച്ച് ജോലി നേടി അന്യരാജ്യത്ത് സ്ഥിരതാമസവുമായി. എന്നാൽ മത്തായി കടുത്ത മദ്യപാനിയായി. അങ്ങനെയിരിക്കെ തന്റെ കഴിഞ്ഞകാല ജീവിതത്തെപ്പറ്റി മത്തായി ചിന്തിച്ചു. തന്റെ മകൻ കൊച്ചുണ്ണിക്ക് ഒരു മാതൃകയാകാൻ തനിക്കായില്ലല്ലോ എന്ന് ഓർത്ത് അദ്ദേഹം ഖേദിച്ചു. കുറ്റബോധം തന്റെ നാളുകളെ വേട്ടയാടി. തന്റെ ഇളയ മകൻ മാത്യു ഇടയ്ക്കിടെ ഫോണിൽ വിളിച്ച് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അത് തന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾക്ക് കാരണമായി. തന്റെ ഇളയ മകന്റെ ജീവിതത്തെ അനുഗ്രഹിച്ച കർത്താവിനെ അറിയുവാൻ അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായി. താൻ വളരെ തവണ മോശമായി പെരുമാറിയിട്ടും കൂടെ തന്റെ മകൻ മാത്യുവിന് അപ്പനോട് വളരെയധികം സ്നേഹമുണ്ടായിരുന്നു. തന്റെ മകനിൽ വ്യാപരിക്കുന്ന സ്നേഹത്തിന്റെയും സഹിഷ്ണുതയുടെയും ഉറവിടമായ ദൈവത്തെ അറിയുവാൻ മത്തായി തീരുമാനിച്ചു. തന്റെ സമയങ്ങൾ ബൈബിൾ വായിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ ചിലവിട്ടു.
അദ്ദേഹം മാനസാന്തരപ്പെട്ടു, ദൈവകൽപ്പനയെ സ്നാനം സ്വീകരിച്ചു. എന്നാൽ മത്തായി വലിയൊരു ആക്സിഡന്റിൽ പെടുകയുണ്ടായി. ചില മാസങ്ങൾക്ക് ശേഷമുള്ള ആശുപത്രി വാസത്തിന് ശേഷം മത്തായി ഇതാ വീട്ടിലേക്ക് എത്തുകയാണ്. ഒരു മാസം ഞാൻ ആശുപത്രിയിൽ കിടന്നിട്ട് നീ ഒന്ന് തിരിഞ്ഞു നോക്കിയില്ലല്ലോ. ഓ, ഞാൻ നല്ല ബിസിയായിരുന്നു. ചീട്ടുകളി മത്സരം, ബെറ്റ് വെച്ച് വെള്ളമടി, അങ്ങനെ കുറെ മത്സരം ഉണ്ടായിരുന്നു. ഇപ്പോൾ നീ എങ്ങോട്ടാ? അതൊന്നും പറയുമ്പോ സൗകര്യം. ഇനി ഒരു മൂലയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ നോക്കും കേട്ടല്ലോ. അയ്യോ അപ്പ, അയ്യോ എന്തു പറ്റി? മോനെ, നീ എന്നോട് ക്ഷമിക്കണം. ഞാൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാണ് ഇതെല്ലാം. നീ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും. വിഷമം കൊണ്ട് എന്റെ ഹൃദയം പോകുന്ന ജീവിതം നൽകാമെൻ പ്രിയ സഹോദരി സഹോദരങ്ങളെ, പ്രായഭേദമന്യേ മദ്യപാനത്തിനും മയക്കുമരുന്നിനും മറ്റു ലഹരി വസ്തുക്കൾക്കും അടിമകളായ ഒരു വലിയ സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. അനേകം വ്യക്തികൾ ഇതിന്റെ തിക്തഫലങ്ങൾ അനുഭവിക്കുന്നു. തകർന്ന കുടുംബബന്ധങ്ങൾ വളരെ അധികമാണ്. ക്രൂസിലെ സ്നേഹം എന്നതല്ലാതെ ഒരു ശാശ്വത പരിഹാരം ഈ ആസക്തിക്ക് ഇല്ല. ആ നിത്യസ്നേഹം ഓരോ വ്യക്തിയിലേക്കും പകർന്നു നൽകേണ്ട ഉത്തരവാദിത്വം നമ്മിൽ പരമേൽപ്പിച്ചിരിക്കുന്നു. കർത്താവിന്റെ വരവ് ആസന്നമായിരിക്കുന്നു. ഇനിയും നാശത്തിലേക്ക് പോകുന്ന ജീവിതങ്ങൾ അധികമാണ്. നമുക്ക് ഒന്നിച്ച് ദേശത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കാം. മാറാനാഥ, കർത്താവ് വേഗം വരുന്നു. ആമേൻ, ആമേൻ. അടുത്തായിട്ട് സിമ്പിൾ ആയിട്ടൊരു ഗെയിമാണ്. ഷർട്ട് ഇട്ട ഉള്ള അങ്കിളുമാർക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. നമുക്ക് ഷർട്ട് ഇടാൻ അറിയാവുന്നവർക്ക് എല്ലാവർക്കും ഈ ഗെയിം കളിക്കാം. ഷർട്ട് ഇടാൻ അറിയാൻ ആരെങ്കിലും ഉണ്ടോ? ബട്ടൺ ഇടാൻ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ് നമ്മൾ കളിക്കുന്നത്. ഒരു ഗെയിമിന്റെ റൂൾസ് ഇങ്ങനെയാണ്. ബലൂൺ എയറിൽ നിർത്തണം, താഴെ വീഴാൻ പാടില്ല. നിങ്ങൾ ഷർട്ട് ഇടണം, ബട്ടൺ ഫുള്ള് ബട്ടൺ ചെയ്യണം ഷർട്ടിനെ ഫുള്ള്. ഓക്കെ, ഈ സമയത്ത് ഒരു പ്രാവശ്യമെങ്കിലും ബലൂൺ ഫ്ലോറിൽ മുട്ടിയാൽ നിങ്ങൾ ഫെയിൽ ആവും, ഔട്ട് ആവും. പക്ഷെ ഏറ്റവും കുറച്ച് സമയത്തിനുള്ളിൽ ഫുൾ ബട്ടൺ ഇട്ട് കഴിയുന്ന ആളായിരിക്കും വിന്നർ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സിമ്പിൾ ആണ്. ബലൂൺ എയറിൽ നിൽക്കണം, നിങ്ങൾ ബട്ടൺ ഫുൾ ഇടണം, അത്രേ ഉള്ളൂ. അങ്കിൾമാരെല്ലാം നല്ല എക്സൈറ്റഡ് ആണ് നമ്മുടെ ഈ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട്. ശരി, എന്തായാലും നിങ്ങൾക്ക് അടുത്ത അവസരമാണ്. ആദ്യം ഞങ്ങളുടെ യുവജനങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് യൂത്ത്സിന്റെ ഭാഗത്ത് നിന്ന് 2 പേര് വരിക. ആരെങ്കിലും 2 പേര്, ഞാൻ പേര് വിളിക്കണ്ട, നിങ്ങൾ ആരെങ്കിലും 2 പേര് യൂത്ത്സിന്റെ ഭാഗത്തുനിന്ന്, വൈപ്പിന്റെ മെമ്പേഴ്സ് ആരെങ്കിലും, യങ്സ്റ്റേഴ്സ്, എസ്പെഷ്യലി ജസ്റ്റീന ഒക്കെ വല്ലപ്പോഴും കാണാറുള്ളൂ. ബാ കയറി വാ. ജസ്റ്റീന ഉണ്ട്. അടുത്ത ആരാ? ജമീമ. ഇവിടെ ടൈമർ ഓൺ ആയിരിക്കും. ടൈമർ ഉണ്ട്. ഒരു ഷർട്ട് എടുത്തോ. ഷർട്ട് മാച്ച് ആവോ? നല്ലതായിട്ട് മാച്ച് ആവും. തുടങ്ങരുത്. ടൈമർ വെക്കുവാണ്. ബലൂണിന്റെ കളർ ഇന്നത് കാണുന്ന വല്ലതുണ്ടോ? ഇല്ലല്ലേ? ശരി, നിങ്ങൾക്ക് കുറച്ച് ഫ്രണ്ടിലോട്ട് നിൽക്കണോ ബാക്കിലോട്ട് കയറണോ? ഓക്കെ, സ്റ്റേജിലോട്ട് കയറിക്കോ. സ്റ്റേജിലോട്ട് കയറിക്കോ. ബലൂൺ താഴെ ഫ്ലോറിൽ മുട്ടാൻ പാടില്ല. നിങ്ങൾക്ക് എത്ര വട്ടം വേണമെങ്കിലും തട്ടാം. പക്ഷെ ഷർട്ട് ആദ്യം ഫുള്ളായിട്ട് ബട്ടൺ ചെയ്യണം, അത്രേ ഉള്ളൂ. കേട്ടല്ലോ? അപ്പം റെഡിയാണല്ലോ? 3, 2, 1 സ്റ്റാർട്ട്. പ്രോത്സാഹിപ്പിക്കും, കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. ഓഡിയൻസിന് വളരെ എനർജി ഇല്ല. തിരിഞ്ഞു നിൽക്കുന്ന വല്ല പ്രൊട്ടസ്റ്റ് ചെയ്യുവാണ്. ഓഡിയൻസിനെ ഫേസ് ചെയ്യും. വെരി ഗുഡ്. ഫസ്റ്റ് ബട്ടൺ ഇട്ട് കഴിഞ്ഞു ജസ്റ്റിന. ബട്ടൺ കൂടെ ഇടണം. ബലൂൺ മേലെ നിൽക്കണം മാത്രമല്ല, ബട്ടൺ കൂടെ ഇടണം. സഹായിക്കാൻ പാടില്ല.
2 minutes ആണ് ടോട്ടൽ സമയം. ഇപ്പം 1.5 മിനിറ്റ് കഴിഞ്ഞു. വേഗം വേഗം. ഓഡിയൻസിന്റെ ഭാഗത്ത് എനർജി ഇല്ലാത്തതുകൊണ്ടാണ് തോന്നുന്നത് പെരുകി ചെയ്യുന്നത്. ഇടാൻ ഇനി മാറ്റും. ക്ലിയർ. നല്ലതായിട്ട് ഷർട്ട് ഇടാൻ അറിയാൻ പറ്റും. ഒരു ബട്ടനൊക്കെ നല്ലതായിട്ട് ക്ലിയർ ആയിട്ടാണ്. ക്ലാപ്പ് അടിക്കുക, കാരണം ഇത്രയും നല്ലതായിട്ട് ഷർട്ട് ഇടാൻ അറിയാൻ. ഇടയ്ക്കത്തെ ബട്ടൺസ് ഒക്കെ മിസ്സാക്കി. അപ്പം എന്തായാലും കൂടുതൽ ബട്ടൺസ് അറിയില്ല. ജസ്റ്റിനായ ബട്ടൺസ് കൂടുതൽ ഇട്ടത്. അതുകൊണ്ട് നെക്സ്റ്റ് ഇനി അടുത്തത്. താങ്ക് യു നിങ്ങളുടെ പാർട്ടിസിപ്പേഷന് നന്ദി. ഇനി ബോയ്സിന്റെ ഭാഗത്തുനിന്ന് 2 പേര്. ബോയ്സിന്റെ ഭാഗത്തുനിന്ന് 2 പേര്. 1 സ്റ്റാർട്ട്. ഓഡിയൻസ് എനർജി. ആരും പറ്റത്തില്ല. പൗലാവും ആരും പറ്റത്തില്ല. പിടിച്ചു നിർത്താനും പാടില്ല. നിർത്തിക്കൊണ്ടിരിക്കണം. ഇതിന്റെ റിസൾട്ട്സ് ലാസ്റ്റ് പറയാം. പാർട്ടിസിപ്പേഷന് മത്സരം ഞാൻ ജയിക്കും എന്ന് പറഞ്ഞിട്ടാണ് അത് പാതി കയറ്റിട്ടുണ്ട്. എന്തായാലും 3, 2, 1 സ്റ്റാർട്ട്. വോളിബോൾ കളിച്ച് പ്രാക്ടീസ് ഉണ്ട് കേട്ടോ. നല്ലതായിട്ട് ചേരുന്നുണ്ട് ഷോട്ട് അല്ലേ? അങ്ങനെ എത്ര നാളത്തെ എക്സ്പീരിയൻസ് റിസൾട്ടാണ്. ഓക്കെ, അപ്പം ഓരോ ടൈം ഓരോ ഓക്കെ വിലപ്പെട്ട ഒരു സമ്മാനമാണ്. പ്ലീസ് വാങ്ങിച്ചോണ്ടേ പോകാവൂ. അങ്ങ് വാങ്ങിച്ചിട്ടേ പോകാവൂ, പോകരുത്. ആദ്യത്തെ റൗണ്ടിലെ വിന്നർ ആയിരുന്നു ജസ്റ്റിന. നിങ്ങൾ എല്ലാവരും സന്തോഷത്തോടെ, നമ്മൾ സമ്മാനങ്ങളെല്ലാം സന്തോഷം തരുന്നതാണ്.
അതുകൊണ്ട് സമ്മാനങ്ങൾ ഹൃദയം തുറന്ന് കൈകൾ ഓപ്പൺ ചെയ്തിട്ട് കൂപ്പണ്ട വാങ്ങിച്ചുകൊണ്ട് സന്തോഷത്തോടെ പോകുന്നതായിരിക്കും. ഓക്കെ ഓക്കെ. ഫസ്റ്റ് സമ്മാനം മേടിക്കാനായിട്ട് ജസ്റ്റിന. സമ്മാനത്തിന് താങ്ക് യു. നിങ്ങളുടെ എല്ലാവരുടെ സ്പോർട്സ്മാൻ സ്പിരിറ്റിന് ഭയങ്കര താങ്ക് യു പറയുന്നു. എല്ലാ കുഞ്ഞുങ്ങൾക്കും സമ്മാനമുണ്ട്. ഏറ്റുവാങ്ങേണ്ട സന്ദർഭമാണ്. ഒത്തിരി സമയം എടുക്കരുത്. വേഗത്തിൽ നമ്മുടെ ഭാഷ കൊണ്ടിട്ട് വന്നാട്ട് അമ്മയത്തോളം ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കാൻ വേണ്ടി നമ്മുടെ വിശിഷ്ടാതി സെക്രട്ടറി ജോൺസൺ റീസ് മുന്നോട്ട് വരും. അമ്മ അറിയാവുന്ന പേരുള്ളവര് മുന്നോട്ട് വന്നാൽ എനിക്കറിയത്തില്ല അതേക്കുറിച്ച്. അതിന്റെ ക്രമീകരണമായിട്ട് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതായിരിക്കും. ഞാൻ അവരെ മുന്നോട്ട് ക്ഷണിക്കുന്നു. അതിനുശേഷം വളരെ അനുഗ്രഹം ആരറിയും പോലെ കഴിഞ്ഞ 2 വർഷം സൺഡേ സ്കൂളൊന്നും കാര്യമായിട്ട് നടന്നില്ലെങ്കിലും ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ നടന്നിട്ടുണ്ട്. അവിടെ എക്സാം ഒക്കെ നടത്തി അതിൽ ആദ്യം സമ്മാനം കൊടുക്കുന്നത് ഓൺലൈൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തവർക്കും അതിലെ എക്സാമിൽ അറ്റൻഡ് ചെയ്തവർക്കുമാണ്. ശരിയായിട്ട് മാർക്കുകളൊന്നും ശരിക്കും നമുക്കറിയത്തില്ലെങ്കിലും ഫസ്റ്റ് സെക്കൻഡ് എന്നുള്ള ലെവലിലല്ല കൊടുക്കുന്നത്. ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്കും പരീക്ഷ എഴുതിയവർക്കും ഉള്ളതാണ് ഓരോരുത്തർക്കായി കൊടുക്കുകയാണ്. അതിനായിട്ട് ഹർഷ ജോസഫ്, അൽബിന ജോസഫ്,
ജമീമ, Skilled to understand what God has willed, what God has planned. I only know at His right hand stands one who is my Savior. I take Him at His word indeed. Christ died to save me, this I read, and in my heart I find a need of Him to be my Savior, that He would leave His place on high and come for sinful man to die. Count it strange, so once did I, before I knew my Savior. My Savior loves, my Savior lives, my Savior's always there for me. My God He was, my God He is, my God is always gonna be. My Savior loves, my Savior lives, my Savior's always there for me. My God He was, my God He is, my God is always gonna be. Yes, living, dying, let me breathe. My strength, my solace from the spring, that He who lives to be my King once died to be my Savior, that He would leave His place on high and come for sin